ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്ന പ്രശ്നം പറഞ്ഞുകൊണ്ടല്ല വോട്ട് പിടിക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളുടെ GDP ഉയർത്തുന്ന കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് പാകിസ്ഥാനിൽ ഞങ്ങൾ മിന്നലാക്രമണം നടത്തി, പട്ടേലിന്റെ പ്രതിമ ഞങ്ങൾ സ്ഥാപിച്ചു, അയോധ്യയിൽ ഞങ്ങൾ രാമക്ഷേത്രം പണിഞ്ഞു, ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. എന്ത് നിങ്ങൾക്ക് ഇന്ത്യയുടെ പട്ടിണി രാജ്യങ്ങളെ പട്ടികയെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യ 94ലേക്ക് പോയിരിക്കുക. എന്താ അതിന് പരിഹാരമില്ലേ? രാജ്യത്ത് ടൺ കണക്കിന് ഗോതമ്പും ഭക്ഷ്യധാന്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ. ഓരോ വർഷവും ടൺ കണക്കിന് ഭക്ഷ്യധാന്യങ്ങൾ പുഴുവരിച്ച് നമ്മുടെ കടലിലേക്ക് ഡംപ് ചെയ്യുന്നുണ്ട്. എന്താണ് അങ്ങനെ ഡംപ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ രാജ്യത്ത് ഒരു നേരത്തെ ആഹാരമില്ലാതെ ലക്ഷോപലക്ഷം ആൾക്കാർ പട്ടിണി കിടന്ന് മരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ എന്താ ഇത് പരിഹരിക്കാൻ ഗവൺമെന്റിന് എന്താ കഴിയാതെ ഇരിക്കുന്നത്? ഗവൺമെന്റിന് താല്പര്യമില്ല. മാറി മാറി അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകൾക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ താല്പര്യമില്ല. പിന്നെ ആരുടെ പ്രശ്നം പരിഹരിക്കാനാണ് താല്പര്യമെന്ന് ചോദിച്ചാൽ അത് അദാനിയുടെയാണ്, അത് അംബാനിയുടെയാണ്, അത് നീരവ് മോദിയുടെയാണ്, അത് വിജയ് മല്യയുടെയാണ്. അങ്ങനെ പട്ടിക നീളുന്നു. അവരുടെ കൂട്ടത്തിൽ സാധാരണക്കാരന്റെ മുഖം ഈ പറയുന്ന പാർട്ടികൾ മൈൻഡ് ചെയ്യുന്നില്ല. സാധാരണക്കാരനെ അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ത്യയുടെ GDP സാധാരണക്കാരനെ അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ രാജ്യത്തെ പാവങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് ആ GDP ഉയർത്തുവാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ രാജ്യത്തെ ജനങ്ങളോട് നീതികേട് കാണിക്കുന്നു. രാജ്യവിരുദ്ധമായ സമീപനങ്ങളും രാജ്യവിരുദ്ധമായ പദ്ധതികളും ദേശവിരുദ്ധമായ പദ്ധതികളും കൊണ്ടുവന്നിട്ട് ഇത് ജനാധിപത്യമാണെന്ന് പറയുമ്പോൾ ഇന്നലകളിൽ ആടിനെ പട്ടിയാക്കിയെന്ന സമീപനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും നാം മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക സംവരണത്തിന്റെ മാനദണ്ഡം പുറത്തുവിട്ടു. എന്താണ് സാമ്പത്തിക സംവരണത്തിന്റെ അർഹതയുള്ളവരുടെ മാനദണ്ഡം പറയുമ്പോൾ കോർപ്പറേഷനിൽ 1/2 ഏക്കർ ഉള്ളവരും, അതേപോലെ നഗരസഭയിൽ 3/4 ഏക്കർ ഉള്ളവരും, അതേപോലെ പഞ്ചായത്തിൽ 1.25 ഏക്കർ ഉള്ളവരും ഈ സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ഉന്നത വിഭാഗങ്ങളെ പാവങ്ങളാണെന്ന് കണക്കാക്കുന്ന ഒരു മാനദണ്ഡമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഏതാണ്ട് 5 കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ളവർ കമ്പോള വിലയനുസരിച്ച് കോർപ്പറേഷനിൽ 50 സെന്റ് എന്ന് പറഞ്ഞാൽ 1/2 ഏക്കർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 കോടി രൂപയുടെ പുറത്ത് വരും. അതേപോലെ മുനിസിപ്പാലിറ്റികളിൽ നഗരസഭയിൽ 3/4 ഏക്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കോടിക്കണക്കിന് രൂപ വരും. ആ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവരെ പാവങ്ങളായി പരിഗണിച്ച് പാവങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടപ്പിലാക്കുന്നത് രാജ്യവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. അത് ഏത് പക്ഷം നടത്തിയാലും എല്ലാ പക്ഷവും അതിന് കൂട്ടിനിന്നാലും ഇത് ചോദ്യം ചെയ്യേണ്ടതാണ്. ഇവിടെ പാവങ്ങളുണ്ട്, ഇവിടുത്തെ ദലിതർ, ആദിവാസികൾ, പിന്നോക്കക്കാർ, മതന്യൂനപക്ഷങ്ങൾ, ഇവരുടെ ഉദ്യോഗങ്ങൾ, ഫസ്റ്റ് ക്ലാസ് ഉദ്യോഗങ്ങളിൽ എത്ര ശതമാനം ഇവർക്ക് കയറുവാൻ കഴിഞ്ഞിട്ടുണ്ട്? സെക്കൻഡ് ക്ലാസ് ഉദ്യോഗങ്ങൾ, തേർഡ് ക്ലാസ് ഉദ്യോഗങ്ങൾ, ഫോർത്ത് ക്ലാസ് ഉദ്യോഗങ്ങൾ, ആ ഉദ്യോഗങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജനസംഖ്യ ആനുപാതികമായി അവർക്ക് അവരുടെ സംവരണ കോട്ടകൾ നികത്തുവാൻ ഇന്നും കഴിയാതിരിക്കുന്ന സർക്കാരുകൾ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ വിമുഖത കാണിക്കുന്ന സർക്കാരുകൾ ഇവിടെ ധൃതി പിടിച്ചുകൊണ്ട് ഇവിടെ മുന്നോക്കക്കാരെ വീണ്ടും മുന്നോക്കക്കാരാകുന്ന പ്രവണതയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നു, തീർച്ചയായിട്ടും ഇവിടെ മുന്നോക്കക്കാരിൽ സാധാരണക്കാരുണ്ടെങ്കിൽ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, അവരുടെ ദാരിദ്ര്യം പരിഹരിക്കേണ്ടതാണ്. പക്ഷെ അത് സംവരണം കൊടുത്തുകൊണ്ടല്ല, പകരം ഇവിടെ ഒരു മുന്നോക്ക വികസന കോർപ്പറേഷൻ ഉണ്ടല്ലോ. ആ മുന്നോക്ക വികസന കോർപ്പറേഷന് ക്യാബിനറ്റ് പദവി ഉണ്ടല്ലോ. പ്രതിമാസം 30 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് മുന്നോക്ക വികസന കോർപ്പറേഷൻ ഉണ്ടല്ലോ. അതിലൂടെ പദ്ധതികൾ കൊണ്ടുവന്ന് ഇവിടുത്തെ മുന്നോക്ക സമുദായങ്ങളിൽ ആരെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ അതുവഴി ഇവിടെ കേരളത്തിൽ മാർഗമുണ്ട്.
ഇവിടെ ആദിവാസികളുടെ, അവശക്രൈസ്തവരുടെ, പിന്നോക്കരുടെ അത്തരം ആൾക്കാരുടെ വികസന കോർപ്പറേഷൻ ഉണ്ട്. അതിനൊന്നും ക്യാബിനറ്റ് റാങ്ക് ഇല്ല. പിന്നെ ക്യാബിനറ്റ് റാങ്ക് ഉള്ളത് അത് മുന്നോക്കക്കാരന്റെ ഇത്തരം കോർപ്പറേഷൻ മാത്രമേ ഉള്ളൂ ക്യാബിനറ്റ് റാങ്ക്. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഞ്ചായത്ത് വഴിയൊക്കെ ഇപ്പൊ ലൈഫിന്റെ പദ്ധതികളുണ്ടല്ലോ, വീടുകൾ. ആ വീടുകൾ വെക്കുമ്പോൾ പാവപ്പെട്ടവന് ഒരു വീട് പൂർത്തീകരിക്കുമ്പോൾ അവന് കൊടുക്കുന്നത് 4 ലക്ഷം രൂപ മാത്രമാണ്. അതേ സമയത്ത് ഇവിടെ മുന്നോക്ക സമുദായങ്ങൾക്ക് വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, വീടിന് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് 10 ലക്ഷം രൂപ പ്രത്യേക പാക്കേജ് അനുവദിച്ചുകൊണ്ട് കൊടുത്ത സർക്കാരാണ്. ഇവരുടെ സാമൂഹ്യ നീതി എന്ന് പറഞ്ഞാൽ ഈ തരത്തിലേക്ക് ജനവിരുദ്ധമായ സാമൂഹ്യ നീതിയാണ് നടപ്പിലാക്കിയിട്ട് ഇവിടെ പറയുക. സാമൂഹ്യ നീതിയുടെ വക്താക്കളാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് അപ്പാടെ സാമൂഹ്യ നീതിയാന്ന് പറയുമ്പോൾ വഞ്ചനകള് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വഞ്ചനകളുണ്ട്. അതിനുശേഷം പാർട്ടി വരുമ്പോൾ വളരെ വിപ്ലവാത്മകമായ പരിഷ്കരണമെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് KLR ആക്ട് കൊണ്ടുവരുന്നത്. എന്താണ് കേരള ലാൻഡ് റിഫോംസ് ആക്ട്? ആ ആക്ട് കൊണ്ടുവന്നിട്ട് കേരള ഭൂപരിഷ്കരണ നിയമം, ആ കേരള ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവന് കൊടുത്തത് പഞ്ചായത്തിൽ 10, നഗരസഭയിൽ 5, കോർപ്പറേഷൻ 3, അതിനപ്പുറത്തേക്ക് പോകണ്ട. പിന്നെ അതിനകത്ത് ഒരു ഉപവകുപ്പുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരൻ, ഏതെങ്കിലും ഒരു ആദിവാസി അദ്ദേഹം പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ നഗരസഭയിലോ അദ്ദേഹം 1 സെന്റ് ഭൂമി സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു സെന്റ് ബാക്കി ഭൂമി കൊടുക്കേണ്ട. ആ 1 സെന്റ് ഭൂമി കൊടുത്തത് വലിയ ധിക്കാരമാണ്. ആ നിലയിൽ പാപമാക്കുന്ന നിലയിലേക്ക് KLR ആക്ട് ഉണ്ടാക്കിയിട്ട് ഇന്നും അതിന്റെ പേരിൽ ഇന്നും വോട്ട് പിടിച്ച് അധികാരത്തിൽ വരുന്നവർ നിങ്ങളുടെ കള്ളക്കളികൾ, നിങ്ങൾ നടത്തിയ ഇത്തരം നീതികേട് ജനം അറിയത്തില്ലെന്നോ? ഇവിടെ അക്ഷരം പഠിക്കുന്നവരുണ്ട്, ആ നിലയിൽ ചരിത്രം പഠിക്കുന്നവരുണ്ട്. കാര്യങ്ങൾ തിരക്കി അറിയുമ്പോൾ ഇവിടെ തൊഴിലാളി വർഗത്തിന്റെ പ്രേമം പറഞ്ഞ് തൊഴിലാളി വർഗത്തിന്റെ വോട്ട് പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നുകൊണ്ട് ഇന്നും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, പരമ്പരാഗത വോട്ടെന്ന് പറയുന്നത് ഇവിടുത്തെ പിന്നോക്കക്കാരന്റെ, ആദിവാസികളുടെ, അതേപോലെ പട്ടികജാതിക്കാരുടെ അടക്കമുള്ള വോട്ടാണ്. പക്ഷേ അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ കയറിയാൽ പിന്നെ മൊത്തം സഹായിക്കുന്നത് മുന്നോക്ക സമുദായങ്ങളെ മാത്രമാണ്. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവരെ ഇത്രമാത്രം സ്നേഹിക്കാൻ എന്താ അവിടെ കാരണം? നമുക്കറിയാം കേരളത്തിൽ 140 നിയമസഭാ സീറ്റുകളുണ്ട്. നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ആ വിഭാഗങ്ങളുടെ ജാതി പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഈ അവരുടെ ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യത്തിന് അപ്പുറത്തേക്കുള്ള സമുദായങ്ങളുണ്ട്. അതേപോലെ നിയമസഭയിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. അവശ ക്രൈസ്തവർ ഏതാണ്ട് 6% ആ 6% ഉള്ളവർക്ക് ഇന്നും നിയമസഭയിൽ ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുക, അയിത്തം കൽപ്പിച്ചിരിക്കുക. അതിലെ ഒരാളെ നിർത്തുവാൻ ഈ മുന്നണികളൊന്നും തയ്യാറാവുന്നില്ല. അതേപോലെ മറ്റ് വിഭാഗങ്ങൾ, പിന്നോക്ക സമുദായങ്ങൾ, അവരെ ഒന്നും MLA-മാരായിട്ട് വിജയിക്കുവാൻ ഇവിടെ ഇത്തരം പാർട്ടികൾക്ക് അജണ്ടയില്ല. പിന്നെന്താണ്? MP-മാരാവണമെങ്കിൽ അവർ ചില പ്രത്യേക പരിഗണന കൊടുക്കും. അങ്ങനെയുള്ളവരെ MP-മാരാക്കുന്നത് നമുക്കറിയാം. നമ്മുടെ സിനിമാ നടൻ, ഹാസ്യ നടൻ ഇന്നസെന്റ് MP-യാ. അദ്ദേഹത്തെ MP ആക്കിയതിൽ അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അദ്ദേഹം അതിന് അനുയോജ്യനാണോ? ഇന്ത്യയിലെ പാർലമെന്റിൽ 20 ലക്ഷം ഇന്ത്യക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് MP എന്നുള്ള നിലയിൽ ഇന്ത്യൻ പാർലമെന്റിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയം, ഇന്ത്യയിലെ വിഭവങ്ങളും സമ്പത്തും ഒക്കെ ഈ പറയുന്ന നിലയിലേക്ക് ആൾക്കാരിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയമായി ഇടപെടുവാനുള്ള അദ്ദേഹത്തിന് കഴിവുണ്ടോ? അദ്ദേഹത്തിന്റെ കഴിവ് ഹാസ്യ നടൻ എന്നുള്ള നിലയിൽ ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരന്റെ യോഗ്യത അദ്ദേഹത്തിനില്ല. അദ്ദേഹം പാർലമെന്റിൽ പോയാൽ തീർച്ചയായും അദ്ദേഹത്തെ ഒരു MP എന്നുള്ള നിലയിൽ വമ്പം പരാജയമാണ്. ഇത്തരക്കാരെയാണ് ഈ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന പാർലമെന്റിലേക്ക് കടത്തിവിട്ടുകൊണ്ട് ഈ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നു. ആ നിലയിലേക്കുള്ള തീരുമാനമെടുക്കുമ്പോൾ ഇവിടെ ജനാധിപത്യത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് നാം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഈ രാജ്യത്തെ കട്ടുമുടിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് താക്കീത് കൊടുത്തുകൊണ്ട് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ ശക്തമായ മുന്നേറ്റം നടത്തുവാൻ ഇന്ത്യയിലെമ്പാടും, ഇടത്ത് മാത്രമല്ല ഇന്ത്യയിലെമ്പാടും ശക്തമായ മുന്നേറ്റം നടത്തുക. എന്തിനു വേണ്ടിയിട്ട? രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനാധിപത്യ പോരാട്ടത്തിലാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ. എന്നെ സ്വന്തം ശ്രമിക്കുന്ന ഈ നാട്ടിലെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന
മനുഷ്യസ്നേഹികൾ തീർച്ചയായും ഈ രാജ്യത്തെ ജാതിയുടെ പേരിൽ വെട്ടിമുറിക്കുവാൻ സമ്മതിക്കരുത്. മതത്തിന്റെ പേരിലായാലും അത് വർഗത്തിന്റെ പേരിലായാലും ദേശത്തിന്റെ പേരിലായാലും ഭാഷയുടെ അടിസ്ഥാനത്തിലായാലും നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട് ശിഥിലമാക്കിക്കൊണ്ട് ജാതികലഹങ്ങളും മതകലഹങ്ങളും തീർത്ത് നമ്മുടെ രാജ്യത്ത് അരാജകത്വം കൊണ്ടുവരുന്ന പിന്തിരിപ്പൻ ശക്തികളെ പിന്നോട്ടടിപ്പിക്കുകയും ചെറുത്തു തോൽപ്പിക്കാനുള്ള ചങ്കുറ്റം കാണിക്കണം. ആ നിലയിൽ ആർജവം കാണിക്കണം. അതിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള ദൗത്യം ഓരോ പൗരനുമുണ്ട്. ആ ദൗത്യം പൗരന്റെ കടമ എന്നുള്ള നിലയിൽ ഏറ്റെടുത്തുകൊണ്ട്